രാമൻകുട്ടി എന്ന് പറഞ്ഞ ഒരാളെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കുത്തുകേസിലെ പ്രതി. രക്തം കൊടുക്കാൻ വന്നവരാണോ? അതെ. വേഗം മുകളിലേക്കല്ലോ. നിങ്ങൾ രണ്ടുപേരും താഴേക്ക് പോയിക്കൂ. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് റെഡി ആയിരുന്നു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞാൻ ഒരു സിഗ്നൽ തരും. ശരി. നിങ്ങളാരാ? ഞങ്ങൾ ബ്ലഡ് കൊടുക്കാൻ വന്നവരാണോ? അതെ. വരൂ. സിസ്റ്റർ, ഇവരുടെ ബ്ലഡ് ഗ്രൂപ്പ് ഒന്ന് ചെക്ക് ചെയ്യൂ. യെസ് ഡോക്ടർ, ഇരിക്കാം. നിങ്ങൾ ചെക്ക് ചെയ്യില്ലേ? കൊള്ളില്ലെന്ന് പറഞ്ഞു. ഇത്ര പെട്ടെന്നോ? ചോദിക്കട്ടെ. നിങ്ങൾ ഇവിടെ നിൽക്കേ. സാർ, അവരെ കൊണ്ടുവന്നിട്ടുണ്ട്. വിളിക്കൂ. വാ വാ. ഓപ്പറേഷൻ തിയേറ്ററിൽ. അബുക്ക പൊയ്ക്കോ. പോലീസ് സ്റ്റേഷനല്ലേ ഇത്? ഉപാസന ഹോസ്പിറ്റലിൽ നിന്നാ. അപ്പൊക്ക ഇനി ഞാൻ ഇവിടെ ശരിയാവില്ല. മോനെ, നീ നേരത്തെ പോയാൽ എങ്ങനെയാ? എത്രയും പെട്ടെന്ന് എനിക്ക് വക്കീലിനെ കണ്ട് വിവരം പറയണം.
ഞാൻ വരുന്നവരെ രാമൻകുട്ടിയെ നോക്കണം. അപ്പു എവിടെയാ പോക? അപ്പു വക്കീലിനെ വിളിക്കാൻ പോയി. അപ്പു വക്കീലിനെ കൊണ്ട് വരുന്നതിന് മുമ്പ് സുരേഷും ഗോവൻ സാറും വന്നാൽ എന്ത് ചെയ്യും? എവിടെടാ അപ്പോ? അപ്പു ജയിലിലല്ലേ? രാമൻകുട്ടിയുടെ കൊണ്ട് നേരാണ്. ഞങ്ങളാ ഞങ്ങളാ? നിങ്ങൾ അവിടെ നോക്ക്. ആ പോയ വണ്ടി ഏതാ? ആ രോഗിയെ കൊണ്ടുവന്നതാ. ഏത് രോഗിയെ? ആ കത്തിക്കുത്ത് കേസിലെ. രാമൻകുട്ടിയുടെ മരണമൊഴി എടുത്താലേ നിനക്ക് ഇനി രക്ഷയുള്ളൂ. സാർ, ഞാൻ പറയുന്നത് ഞാൻ അതിനുള്ള വഴി നോക്കട്ടെ. വേണ്ട സാർ. എന്റെ രക്ഷപ്പെടലൊക്കെ ഞാൻ എപ്പോഴേ മറന്നു. അതിന് വേണ്ട സാർ. എങ്ങനെയെങ്കിലും രാമൻകുട്ടിയെ രക്ഷിക്കണം സാർ. പോലീസ് വന്നത് എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, അവരൊരുപക്ഷെ രാമൻകുട്ടിയെ അപകടപ്പെടുത്തിയേക്കും. ഞാനും അത് തന്നെയാണ് പറയുന്നത്. പോലീസ് മാത്രമല്ല, പുറകെ ഗോവനും സുരേഷും എത്താൻ വഴിയുണ്ട്. സാർ, രാമൻകുട്ടി നിന്റെ കയ്യിലായ സ്ഥിതിക്ക് ഗോവനും സുരേഷും കുടുങ്ങുമെന്ന് അവർക്ക് ഉറപ്പല്ലേ? അവരെന്ത് ചെയ്യും? രാമൻകുട്ടിയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. പേടിക്കണ്ട, നീ ഉടനെ ഹോസ്പിറ്റലിലേക്ക് മടങ്ങിപ്പോകും. പോലീസിന്റെ കയ്യിലാവാതെ അവിടെ ഇവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിന്നാ മതി. തൽക്കാലം അബൂക്കെ ആച്ചാനൊക്കെ അവിടെ ഉണ്ടല്ലോ. താമസിക്കേണ്ട. DSPക്ക് ഫോൺ ചെയ്തിട്ട് ഞാൻ ഉടനെ വരാം.